നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. കസ്റ്റഡി വിധി അല്പസമയത്തിനകം. കതിരൂർ കേസിൽ പി ജയരാജനെ കസ്റ്റഡിയിൽ വേണമെന്ന CBI അപേക്ഷയിൽ തലശ്ശേരി സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. പ്രതിയെ 3 ദിവസം ചോദ്യം ചെയ്യണമെന്ന് അന്വേഷണ സംഘം. ജയരാജന് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും വാദം. ഹർജിയിൽ നേരത്തെ വിസ്താരം നടന്നെങ്കിലും നടപടി നീണ്ടുപോയത് പ്രതിയുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന്. ജയരാജന്റെ റിമാൻഡ് തീയതി 11-ന് അവസാനിക്കാനിരിക്കെ കോടതി വിധി ഇരുകൂട്ടർക്കും നിർണായകം. മരണത്തിൽ ദുരൂഹതയില്ല. കലാഭവൻ മണിയുടെ മരണം അസ്വാഭാവികമല്ലെന്ന് പോലീസ്. പ്രാഥമിക നിഗമനം കരൾ രോഗബാധിതനായ മണി മദ്യപിച്ചിരുന്നു എന്ന സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം പുറത്തുവരും വരെ അന്വേഷണം തുടരുമെന്നും അന്വേഷണ സംഘം. തന്ത്രങ്ങൾ തിരിച്ചടിക്കുന്നു. JNU വിവാദത്തിൽ വ്യാജ വീഡിയോ സംപ്രേഷണം ചെയ്തുവെന്നാരോപിച്ച് 3 ടെലിവിഷൻ ചാനലുകൾക്കെതിരെ ആം ആദ്മി സർക്കാർ നിയമ നടപടിക്ക് തീരുമാനം. കനയ്യകുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ രാജ്യദ്രോഹ കേസ് ചുമത്താൻ ആസ്പദമായ വീഡിയോ വ്യാജമെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞതോടെ. അതേസമയം JNU സംഭവത്തിൽ BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി ശിവസേന. കനയുടെ ഉയർച്ചയ്ക്ക് വഴിയൊരുക്കിയ BJP വിദ്യാർത്ഥി നേതാവിന്റെ പരോക്ഷ പ്രചാരകരായെന്ന് പാർട്ടി മുഖപത്രമായ സാപ്നയിൽ ലേഖനം. തിരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞ വാഗ്ദാനങ്ങൾ മറന്ന് സർക്കാർ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ മനുഷ്യ ബോംബുകൾ രാജ്യത്ത് നിന്ന് തന്നെ ഉണ്ടാകുമെന്നും ശിവസേനയുടെ കുറ്റപ്പെടുത്തൽ. ഇനി മുന്നണി വിശേഷങ്ങൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിന് വട്ടം കൂട്ടി മുന്നണികൾ. കോൺഗ്രസിന്റെ കരട് സ്ഥാനാർത്ഥി പട്ടിക 23-ന്. പ്രാഥമിക ലിസ്റ്റ് ഹൈക്കമാൻഡിന് ഇന്ന് കൈമാറും. നടൻ ജഗദീഷും സിദ്ദീഖും പട്ടികയിൽ. മുസ്ലിം ലീഗ് ഒഴികെയുള്ള ഘടകകക്ഷികൾ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടതോടെ സീറ്റ് വിഭജനം നീളാനും സാധ്യത. സിറ്റിംഗ് സീറ്റുകൾ അതത് പാർട്ടികൾക്ക്. മറ്റു സീറ്റുകളിൽ ഉഭയകക്ഷി ചർച്ചയിലൂടെ തീരുമാനമെന്നും UDF. കഴിഞ്ഞ തവണ മത്സരിച്ച 7 സീറ്റുകൾക്ക് പുറമെ അധികം സീറ്റും ജയസാധ്യതയുള്ള മണ്ഡലങ്ങളും ആവശ്യപ്പെട്ട് JDU. RSP 8 സീറ്റുകളിൽ അവകാശവാദം ഉന്നയിച്ചപ്പോൾ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ആവശ്യപ്പെട്ടത് 4 സീറ്റ്. അതേസമയം കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ അധികം സീറ്റിൽ ഇത്തവണ മത്സരിക്കുമെന്ന് PP തങ്കച്ചൻ. പാർട്ടിക്ക് മുന്നിലുള്ളത് JSSും കേരള കോൺഗ്രസ് Bയും മുന്നണി വിട്ടതിനെ തുടർന്ന് ഒഴിവ് വന്ന സീറ്റുകൾ. കുരുക്കഴിക്കാൻ CPM. സീറ്റ് വിഭജനത്തിന്റെയും കൂടിയാലോചനകളുടെയും തിരക്കിൽ CPM. പതിവ് തെറ്റിക്കാതെ VSനായി മലമ്പുഴ ഒഴിച്ചിട്ടും 4 സിറ്റിംഗ് MLAമാരെ ഉൾപ്പെടുത്താതെയും പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ കരട് സ്ഥാനാർത്ഥി പട്ടിക. LDF സീറ്റ് വിഭജന ചർച്ച ആദ്യ റൌണ്ട് പൂർത്തിയായപ്പോഴും ഘടകകക്ഷികളുടെ അവകാശവാദങ്ങൾ ശമനമില്ലാതെ തുടരുന്നു. അതേസമയം തുടർച്ചയായി 2 തവണ മത്സരിച്ചവരെ ഒഴിവാക്കാൻ മുന്നണിക്ക് മേൽ CPI സമ്മർദ്ദം. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള മാനദണ്ഡം നിശ്ചയിക്കാൻ പാർട്ടി സംസ്ഥാന കൌൺസിൽ 11-ന്. രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് CPM-CPI തർക്കം പരിഹരിക്കാൻ നാളെ വീണ്ടും ചർച്ച. കേരള കോൺഗ്രസ് വിട്ടുവന്ന വിമതപക്ഷത്തിന് നീക്കിവച്ച സീറ്റുകൾ സംബന്ധിച്ചും ഘടകകക്ഷികളുടെ അവകാശവാദങ്ങളിലും പരിഹാരം തേടി മറ്റന്നാൾ ഇടതുമുന്നണി യോഗം. ഷറപ്പോവയ്ക്ക് വിലക്ക്. മരുന്നടി വിവാദത്തിൽ കുടുങ്ങി ടെന്നീസ് കോർട്ടിലെ മിന്നും താരം മരിയ ഷറപ്പോവ. 2006 മുതൽ താരം ഉത്തേജക മരുന്ന് ഉപയോഗിച്ചിരുന്നതായി റിപ്പോർട്ട്. കണ്ടെത്തലിനെ തുടർന്ന് ഈ മാസം 12 മുതൽ ഷറപ്പോവയെ സസ്പെൻഡ് ചെയ്യാൻ ടെന്നീസ് ഫെഡറേഷനിൽ തീരുമാനം. താരം മരുന്ന് ഉപയോഗിച്ചതായി തെളിഞ്ഞത് കഴിഞ്ഞ ജനുവരിയിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിന് മുന്നോടിയായി നടത്തിയ പരിശോധനയിൽ. ഇപ്പോഴുണ്ടായ വിവാദങ്ങളിൽ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്ന് താരം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.